ഒരുപക്ഷെ നിങ്ങളിൽ അറിയുവാൻ സാധ്യതയില്ലാത്ത ഒരു വാക്കാണിത്, ഗിഗോളോ. ഞാനും ആദ്യമായി കേൾക്കുന്നത് അവനിൽ നിന്നായിരുന്നു. അവൻ്റെ പേരിവിടെ പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അവനെ ഗിഗോ എന്ന് തന്നെ പരാമർശിക്കാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും നല്ല ചുറുചുറുക്കും ആരോഗ്യവാനും സൗന്ദര്യമുള്ളവനുമായിരുന്നു ഗിഗോ. പക്ഷേ തൊഴിലില്ലായ്മയും ജീവിത സാഹചര്യങ്ങളും പ്രതികൂലമായതിനാൽ ചുറ്റുപാടുകൾ കടം കൊണ്ട് നിറഞ്ഞതും ഉണ്ടായിരുന്ന വീടും സ്ഥലവും സഹകരണ ബാങ്കിൽ ജപ്തി നടപടികൾ സ്വീകരിച്ചപ്പോൾ ഒരു രാത്രിയിൽ തൻ്റെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കൂട്ടി കുടുംബസമേതം നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവും കുറേ വർഷത്തേക്കില്ലായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം മറന്നു. അല്ലേലും കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാത്തവരെ ആരാണ് ഓർത്തിരിക്കുന്നതും കാത്തിരിക്കുന്നതും? അവനാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രാസുകാരൻ പ്രവാസിയുടെ ഗമയിൽ സ്വന്തം കാറിൽ നാട്ടിലേക്ക് വന്നിറങ്ങിയത്. കാണുന്നവരിലെല്ലാം അത്ഭുതമുളവാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഗിഗോയുടെ ആ വരവ്. വല്ല കള്ളക്കടത്തോ മയക്കുമരുന്ന് കച്ചവടമോ ആയിരിക്കും, അല്ലാതെ പിന്നിങ്ങനെ പണക്കാരനാവാൻ പറ്റുമോ? പലരുടെയും ചിന്താഗതികളും ഊഹാപോഹങ്ങളും പല വഴിക്ക് പാഞ്ഞെങ്കിലും ചിലരുടെ വായിൽ നിന്ന് എന്തൊക്കെയോ പുറത്തേക്ക് വന്നു. നാട് വിട്ടു പോകുമ്പോൾ കടുക്കൻ ഊരി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ തന്നെയായിരുന്നു അവൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് തന്നെ ഗിഗോയുടെ കാറിൽ കയറി ബാറിലേക്ക് പോകുമ്പോൾ അവനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. എങ്ങനെയാണ് ഇവൻ ഇത്ര പെട്ടെന്ന് പണക്കാരനായതെന്ന് അറിയാനായിരുന്നു കൂടുതൽ താല്പര്യം. സത്യത്തിൽ നീ വലിയ പണക്കാരനായോ അതോ നാട്ടുകാരെ പറ്റിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയതാണോ? എൻ്റെ സംശയം കേട്ട് ഗിഗോ പൊട്ടിച്ചിരിച്ചു. ആ ചിരി അടച്ചിട്ട കാറിൻ്റെ ചില്ല് വഴി പുറത്തേക്ക് പോയെന്ന് തോന്നി. പെട്ടെന്ന് ചിരി നിർത്തി അവൻ്റെ മുഖത്ത് ഗൗരവഭാവം വന്നു. നീ ഗിഗോളോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായി കേൾക്കുക. എന്നാൽ ഇപ്പോൾ കേട്ടോ, വിദേശികൾക്കൊക്കെ ഈ വാക്ക് സുപരിചിതമാണ്. മിക്കവാറും താമസിയാതെ ഇവിടെയൊക്കെയാകും. ഗിഗോളോ എന്ന് വെച്ചാൽ പുരുഷവേശ്യ, അതാണ് ഞാൻ. വീണ്ടും അവൻ പൊട്ടിച്ചിരിച്ചു. പക്ഷെ ആ ചിരിക്ക് കാറിൻ്റെ പുറത്തേക്ക് പോകുവാനുള്ള ശേഷിയില്ലായിരുന്നു. പുരുഷവേശ്യയോ? ഞാൻ വീണ്ടും ചോദിച്ചു. അതേടാ, ഞാനൊരു പുരുഷവേശ്യയാണ്. ഒരു സ്ത്രീ വേശ്യയെ പോലെ തന്നെ പണത്തിനു വേണ്ടി മാത്രം തൻ്റെ ശരീരം വിൽക്കുന്നൊരുത്തനാണ് ഞാൻ. ട്രാൻസ്ജെൻഡർ, ഗേ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവർക്കിടയിൽ തന്നെയുള്ള സ്വർഗരതിയെപ്പറ്റിയും. ഇത് കൊള്ളാവല്ലോ. സ്ത്രീകളുമായി സുഖമായി ബന്ധപ്പെടുകയും ചെയ്യാം, കാശും കിട്ടും. ഇതൊക്കെ നീ എങ്ങനെ ഒപ്പിച്ചെടുത്തു? എൻ്റെ മുഖത്തുണ്ടായ ആവേശവും സന്തോഷവും ഒക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഗിഗോ കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താടാ, നിനക്കും ഈ തൊഴിൽ ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? ഞാനുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. പകരം അടുത്ത ചോദ്യം ചോദിച്ചു. ഈ കസ്റ്റമേഴ്സിനെയൊക്കെ നീ എങ്ങനെ ഒപ്പിക്കുന്നത്? അതിനൊക്കെ ഇവിടെ ഏജൻസികളുണ്ട്. അവരാണ് കസ്റ്റമറെ തരുന്നത്. നല്ലൊരു ശതമാനം കമ്മീഷനും അവരെടുക്കും. പിന്നെ അവർ പറയുന്നവരോടൊപ്പം പോകണം. ആഹാ, അത് കൊള്ളാലോ. ഞാൻ വീണ്ടും ആവേശഭരിതനായി. ഗിഗോ, നീ എപ്പോഴെങ്കിലും ഒരു വേശ്യാ സ്ത്രീയുമായി സംസാരിച്ചിട്ടുണ്ടോ? എത്ര കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരാണെങ്കിലും ആ തൊഴിലിൽ സന്തോഷവതികളാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മൗനം പാലിച്ചു. വേശ്യകൾക്ക് ഒരിക്കൽ പോലും തൻ്റെ ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. ആര് വന്നാലും അവരെ സ്വീകരിക്കണം. നീ കരുതുന്നത് പോലെ ഇതൊരു അത്ര സുഖമുള്ള പരിപാടിയല്ലെങ്കിലും കുറേ ക്യാഷ് കിട്ടും. ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കാം. നല്ല വില കൂടിയതും ബ്രാൻഡുള്ളതുമായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇവയൊക്കെ കൂടാതെ ലൈഫിൽ കാശുകൊണ്ട് ഒരുപാട് എൻജോയ് ചെയ്യാം. അതല്ലേ സകല വേശ്യകളും ചെയ്യുന്നത്? സുഖവും കിട്ടും, പിന്നെന്താ കുഴപ്പം? ഞാൻ ചോദിച്ചു. എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരും അതിൽ കൂടുതൽ പ്രായമുള്ളവരും വിരൂപികളുമായവരും രഹസ്യ രോഗമുള്ളവരുമൊക്കെയാണ് കസ്റ്റമർമാരിൽ കൂടുതലും. ചുക്കിച്ചുളുങ്ങിയതും ദുർഗന്ധം വമിക്കുന്നതുമായ ശരീരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും വിരൂപികളായ സ്ത്രീകളെ പ്രാപിക്കുമ്പോഴും കണ്ണും മനസ്സും മുറുകെ അടച്ചു പിടിക്കണം. ചിലരുടെ അറപ്പുളവാക്കുന്ന ഇഷ്ടങ്ങൾക്കും വാശികൾക്കും അനുസരിച്ച് പെരുമാറുമ്പോൾ കൂടുതൽ പണം അവർ നൽകും. പക്ഷേ അവരോട് നേരിയ തോതിൽ പോലും വെറുപ്പിൻ്റെ ലാഞ്ചന കാണിക്കുവാൻ പാടില്ല. അങ്ങനെയാവണം ഒരു വേശ്യ. നിനക്കതിൽ കുറ്റബോധമൊന്നും തോന്നുന്നില്ലേ? പ്രത്യേകിച്ച് അമ്മമാരുടെ പ്രായമുള്ളവരോട് ബന്ധപ്പെടുമ്പോഴെങ്കിലും. അവനിൽ കുറ്റബോധം ഉണ്ടാക്കുവാൻ ഞാൻ മനഃപൂർവ്വം ചോദിച്ചതാണ് ആ ചോദ്യം.
അതിനവൻ പുച്ഛം കലർന്ന ചിരിയോടുകൂടിയാണ് മറുപടി പറഞ്ഞത്. നീ എന്താണ് ഒരു സ്ത്രീ വേശ്യയാകുമ്പോൾ അവളെ പ്രാപിക്കാൻ വരുന്ന അവളുടെ അപ്പനേക്കാൾ പ്രായമുള്ളവരെയും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെയും സ്വീകരിക്കുമ്പോൾ അവളുടെ മാനസികാവസ്ഥയെപ്പറ്റി ചിന്തിക്കാത്തത്? ഇത് രണ്ടും ഒരുപോലെയാണ്. പിന്നെ എന്തു കുറ്റബോധം എനിക്ക് തോന്നണം? നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്തെങ്കിലും ജോലിക്ക് പോയി ജീവിച്ചുകൂടെ? ഇതൊരു മാതിരി ക്ലേശ ചോദ്യമായി പോയല്ലോടാ. സകല വേശ്യകളോടും നിന്നെപ്പോലുള്ള മാന്യന്മാർ ചോദിക്കുന്ന ചോദ്യം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഈ തൊഴിലിൽ നിന്നുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബം പോലും സന്തോഷമായി കഴിയുന്നതും. ഞാൻ ചെയ്യുന്നത് പിടിച്ചുപറിയോ മോഷണമോ രാജ്യദ്രോഹ കുറ്റമോ ക്രിമിനൽ കുറ്റമോ ഒന്നുമല്ല. പിന്നെ ഈ ന്യായീകരിക്കാൻ നിൽക്കുന്ന ആർക്കെങ്കിലും ഇത്രയും വരുമാനമുള്ളൊരു മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ എന്നെപ്പോലെയുള്ളവർക്ക് തരാൻ കഴിയുമോ? അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനോ ഇനി അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനോ സാധിക്കാത്തത് കൊണ്ടാകാം ഞാനും പിന്നെ ഒന്നും ചോദിച്ചില്ല. ഏത് തൊഴിലിനും അതിൻ്റേതായ മഹത്വം ഉണ്ടെന്നാണല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.